ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടാൻജൻസ് എന്ന ലെസണിലെ കൺസ്ട്രക്ഷനാണ്. ഇത് എപ്പോഴും എക്സാമിനേഷന് വരുന്ന ചോദ്യവുമാണ്. ഒരു 3 മാർക്ക് അല്ലെ 5 മാർക്ക് എന്ന രീതിയിലായിരിക്കും ഈ ചോദ്യം വരിക. നമുക്ക് ചോദ്യം വായിക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. മനസ്സിലാക്കണമല്ലോ, 2.5 സെൻറ്റിമീറ്റർ ആരമായിട്ടൊരു വൃത്തം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40, 60, 80 വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഒരു ട്രയാങ്കിള് വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 40, 60, 80 എന്നിവ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സർക്കിള് 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിള് വരയ്ക്കാം. ഓക്കെ, ടു 2.5 സെൻറ്റിമീറ്റർ എടുക്കുന്നു. പേന വെച്ച് വരയ്ക്കുമ്പോൾ ശരിക്കും കാണാത്തതുകൊണ്ട് ഞാൻ സ്കെച്ച് പെൻ വെച്ചാണ് വരയ്ക്കുന്നത്. നിങ്ങൾ പേന വെച്ച് തന്നെ വരയ്ക്കണം. ഓക്കെ, സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി എന്താണ് വരയ്ക്കേണ്ടത്? നോക്കിയേ, നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40, 60, 80. അപ്പോൾ ആദ്യം ഇതിന് നമ്മളൊരു റേഡിയസ് വരയ്ക്കണം. ആദ്യം ഒരു റേഡിയസ് വരയ്ക്കുക. ഞാൻ നേരെ അല്ലെങ്കിൽ ഇങ്ങനെ ചരിച്ചൊരു റേഡിയസ് വരയ്ക്കുക. സർക്കിളിന് 3 ആംഗിൾ ഉള്ളതുകൊണ്ട് 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഒരു റേഡിയസ് വരച്ച് സർക്കിളിൻ്റെ സെൻറ്ററിന് O എന്ന് പേര് കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സർക്കിൾസ് ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ ടച്ച് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്കൊരു ഫിഗർ കിട്ടുക? ഞാൻ റഫായിട്ട് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. കാണുന്നുണ്ടോ? മൂന്ന് പാർട്ടായിട്ട് വരയ്ക്കുന്ന. അപ്പം ട്രയാങ്കിള് ഇങ്ങനെ വരും. ട്രയാങ്കിള് മനസ്സിലായോ? അപ്പോഴേ ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾസാണ് 40, 60, 80. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് റേഡിയസ് അല്ലേ? റേഡിയസ് വരുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഇവിടെ റേഡിയസ് വരുമ്പോൾ എത്ര? 90. 90, 180 പോവും. അപ്പോൾ ആംഗിള് 40 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ നമ്മൾ 40 എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ 180 കഴിഞ്ഞ്. പിന്നെ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് വരും. അപ്പോൾ 180 40 പോയാൽ ഇത് എത്ര? 140. അപ്പം സെൻട്രൽ എടുക്കേണ്ട ആംഗിൾ എന്താണ്? 140. അതുപോലെ ഇവിടെ ആംഗിള് 40, 60. ഇവിടെ നമ്മൾ 60 എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 90. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒഴിച്ച് ഇവിടെ 90, ഇവിടെ 90, 90 + 90 180. 180 പിന്നെ 180 മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ട് ആംഗിൾ 90, 90. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ്. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് പോയിൻ്റ് ഓഫ് ടാൻജൻസി ഈസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ടു ദ കോഡ്. അത് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഇപ്പം 90 വരുമ്പോൾ ഇവിടെ 90, 180 പോയി കഴിഞ്ഞു. പിന്നെ 180 60 പോയി കഴിഞ്ഞാൽ ഇവിടെ 120 വരും. അപ്പോൾ നടുക്ക് 120 എടുക്കണം. പിന്നെ 140 എടുക്കണം. പിന്നെ ബാക്കി എത്രയാണെന്ന് പിന്നെ നമുക്ക് 316 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ.
അപ്പോൾ എത്ര 260 കഴിഞ്ഞ് ഇവിടെ എത്ര വരും 100 വരും അല്ലേ. 90 90 180 പിന്നെ ഒരു 80 പോയി കഴിഞ്ഞാൽ ഇവിടെ സെൻറ്ററിൽ 100 വരും. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ എടുക്കേണ്ട ആംഗിൾസ് എത്രയാണ് 100 140 120. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പ്രൊട്രാക്ടർ എടുത്തിട്ട് സെൻറ്ററിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിളിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര 100 ഇതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് 100 അതായത് 180 40 അല്ല 180 80 സബ്ട്രാക്ട് ചെയ്താൽ 100 180 60 സബ്ട്രാക്ട് ചെയ്താൽ 120 180 40 സബ്ട്രാക്ട് ചെയ്താൽ 140. ഇത്രയും ആംഗിൾസാണ് നമുക്ക് സെൻട്രൽ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ആദ്യം 40 തന്നെ ആയിക്കോട്ടെ. അപ്പോൾ 140 എടുക്കാം. ഇതാ ഈ വെച്ചിരിക്കുന്ന 0 തൊട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ 140 ഇതാ ഇവിടെ വരും. മനസ്സിലായേ? ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഞാൻ സ്കെച്ച് വെച്ച് തന്നെ ജോയിൻ ചെയ്യാൻ. നിങ്ങൾ നല്ല ഷാർപ്പ് പോയിൻ്റ് പെൻസിൽ വേണം ഉപയോഗിക്കാൻ. ഇത് എത്ര കിട്ടി 140. ഇനി അടുത്തത് 60 വരുമ്പോൾ 120. ഇതാ ഇതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ വെച്ചിട്ട് കാണാമോ, കുറച്ചുകൂടി മുകളിലോട്ടാക്കി തരാം. അപ്പോൾ എത്ര എടുക്കേണ്ടത്, നമ്മൾ 140 എടുത്ത് അടുത്ത് 120 0 120 0 എന്നുള്ളത് വേണം നോക്കാം കേട്ടോ. 120 ഇവിടെ വരും. അപ്പോൾ ഇതെത്ര കിട്ടി 120. ഇനി അടുത്തത് 100 ആയിരിക്കും അല്ലേ, 100 വരും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുത്ത് നീട്ടി വരയ്ക്കാം, അതൊരു വഴി. പിന്നെ ഇവിടെ നിന്നൊരു ആർക്ക് ഇങ്ങനെ വരച്ചിട്ട് എന്താണ് ചെറിയൊരു ആർക്ക് വരയ്ക്കുക. ഞാൻ 2 രീതിയും കാണിച്ചു തരാം. ഓക്കെ, ഇതങ്ങ് പെൻസിൽ വെച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയ ആർക്ക് വരയ്ക്കുകയാണ്. പെൻസിൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാനിനി പെൻസിലിൽ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ക്ലിയറായിട്ട് കാണത്തില്ല എന്നുള്ളതുകൊണ്ടാണ് സ്കെച്ച് പെനൊക്കെ എടുത്തത്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു ആർക്ക് കാണാമോ, ഒരു ആർക്ക് വരയ്ക്കുക. ഈ പോയിൻ്റ് വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും വരച്ചല്ലേ. ഇനി ആ 2 ആർക്കിൻ്റെയും ഇടയിലുള്ള ലെങ്തിൻ്റെ പകുതി കൂടുതൽ എടുത്തിട്ട് നമുക്കറിയാമല്ലോ, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക, കട്ട് ചെയ്യുക. കണ്ടല്ലോ. എന്നിട്ട് ഇനി ജോയിൻ ചെയ്യാം. അത് ഞാൻ പെൻസിൽ വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. നോക്കിക്കേ, അത്ര ഡാർക്ക് പെൻസിലല്ല. കാണാമല്ല, വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇപ്പോൾ ഒരു സൈഡിന് ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. ഇനി അടുത്ത ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതും എക്സ്റ്റെൻഡ് ചെയ്യുക.
എളുപ്പമാണ് വരയ്ക്കാൻ, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിപ്പോൾ ഒരെണ്ണം ആർക്കിൻ്റെ കാണിച്ചില്ല, ഇത് ഞാൻ പ്രൊട്രാക്ടർ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഇതുണ്ട്, ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഈ പോയിൻ്റിൽ കൂടെ തന്നെ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ആർക്ക് വരുന്നില്ല. കുറച്ചുകൂടി കാണുന്നുണ്ടോ? കുറച്ചുകൂടി നീട്ടി വരയ്ക്കുന്നു. കണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തതും കുറച്ച് നീട്ടിയിട്ട് $90 ഡിഗ്രി ഇവിടെ എടുക്കുന്നു. കുട്ടിയൊക്കെ ആർക്ക് വരയ്ക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും. 90 ഡിഗ്രി എടുക്കുന്നു, ടാൻജൻറ്റ് ലൈൻ വരയ്ക്കുന്നു. കണ്ടല്ലോ. ഇനി കണ്ടോ, ഇനി ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ മുറിഞ്ഞു കിടക്കുകയാണല്ലോ. ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഞാൻ എളുപ്പത്തിന് പ്രൊട്രാക്ടർ ഉപയോഗിച്ചെന്നേ ഉള്ളൂ, സ്കെയിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ എന്താണ് പറഞ്ഞ ചിത്രം റെഡിയായി. ദാണ്ട് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ കിട്ടിയപ്പോൾ ഇവിടെ 120 ആണ്, ഇവിടെ എത്ര ആയിരിക്കും? 60. 120 + 60 ഈസ് 180. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80. ഇവിടെ 140 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 40. ഇനി വേണേൽ ഞാൻ കുറച്ച് ഡാർക്കാക്കാൻ, അതിൻ്റെ പുറത്തുകൂടി നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി ഞാൻ എന്ത് വരയ്ക്കാം? സ്കെച്ച് വെച്ച് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഒന്നിച്ചിരി അകത്തോട്ട് പോയി, കുഴപ്പമില്ല. കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. നല്ല വൃത്തിയായിട്ട് ഷാർപ്പ് പോയിൻ്റ് പെൻസിൽ വെച്ച് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനെ കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കൺസ്ട്രക്ഷന് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.